2 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൻ്റെ 19-20 വാക്യങ്ങൾ വായിക്കാം. ഞാനും സിൽവാനോസും തിമോത്തിയോസും നിങ്ങളുടെ ഇടയിൽ പ്രസംഗിച്ച ദൈവപുത്രനായ യേശു ക്രിസ്തു ഒരിക്കൽ ഉവ്വ എന്നും മറ്റൊരിക്കൽ ഇല്ല എന്നും ആയിരുന്നില്ല. അവനിൽ ഉവ്വ എന്നത്രേ ഉള്ളൂ. ദൈവത്തിന്റെ അവനിൽ എന്തേ ഉള്ളൂ? ഉവ്വ. പക്ഷെ നമ്മൾ ഈ ഭൂമിയിൽ ചെന്ന് ചോദിച്ചാലോ, ബാങ്കിൽ ചെന്നിട്ട് ചോദിച്ചാലോ, ഒരു ലോൺ വേണമെന്ന് പറഞ്ഞാലോ, ഇന്ന കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പറയും ഇല്ല, തരാൻ പറ്റത്തില്ല. നമ്മളെന്ത് ചെയ്യും? അവിടെ നിന്ന് നിരാശപ്പെട്ട് ഇറങ്ങി വരും. പക്ഷെ ദൈവത്തിൻ്റെ സന്നിധി ചെന്നാലോ, ഇല്ല എന്ന് പറഞ്ഞു വിടത്തില്ല, ഇല്ല എന്ന് പറഞ്ഞു വിടത്തില്ല. ഉവ്വ് 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 എന്ന് മാത്രം. ഒരിക്കൽ അവൻ ഇല്ല പറഞ്ഞിട്ട് പിന്നെ ഉവ്വ് എന്ന് പറയുന്നവനല്ല, ഉവ്വ് എന്ന് പറഞ്ഞിട്ട് ഇല്ല എന്ന് പറയുന്നവനല്ല. അവനിൽ ഉവ്വ് എന്ന് മാത്രമേ ഉള്ളൂ. കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ ഈ ദൈവത്തെ യേശുവിനെ കുറിച്ച് തന്നെ ദാവീദ് തൻ്റെ അനുഭവത്തിൽ എഴുതി, യഹോവ കഷ്ടകാലത്തിൽ നിനക്ക് ഉത്തരം അരുളുമാറാകട്ടെ. അപ്പൊ കഷ്ടകാലം ഉത്തരം കിട്ടാത്ത കാലമാണ്. കഷ്ടകാലവും നഷ്ടകാലവും ഒക്കെ ഉത്തരവൊന്നും കിട്ടാത്ത കാലം. പക്ഷെ അതിൻ്റെ നടുവിലും ഉത്തരം തരുന്ന ഒരു ദൈവമുണ്ടെന്ന്. ഹല്ലേലൂയ.